എഫ് ഓഫ് എക്സ്, അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, അതെന്താ മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആക്ച്വലി ഡാർട്ട് ബോർഡ് എടുക്കുന്നു, നമ്മൾ അതിൻ്റെ അകത്ത് ഡാർട്ട് എറിയുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, നമ്മുടെ ഡാർട്ട് പല ഭാഗത്താണ് വന്ന് കൊണ്ടത്. ചിലത് നമ്മുടെ ഈ സെന്റർ ബുൾസൈന് മേളിലാണ്, ചിലത് ഈ സെന്റർ ബുൾസൈന് താഴെയാണ്, ചിലത് ഈ സെന്റർ ബുൾസൈന് ഇത്ര ലെഫ്റ്റിലാണ്, ഇത്ര റൈറ്റിലാണ്, അങ്ങനെയൊക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ഇതിനെ ഒരു കാർട്ടേഷ്യൻ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്ത്, അതായത് നമ്മൾ നേരെ ഒരു ലൈൻ ഇതിന് നേരെ താഴോട്ടും അതുപോലെ ലൈൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും വരച്ച് ഈ പോയിന്റിനെ സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്താൽ നമ്മുടെ എക്സ് വൈ പ്ലെയിൻ ആയത്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ബുൾസൈ ആണ് നമ്മുടെ ഒറിജിൻ. ഈ കാണുന്ന നമ്മൾ ഈ വരച്ച മേളിൽ താഴോട്ട് വരച്ച സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ വൈ ആക്സിസും, ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരച്ച നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസും. ഓക്കെ, ഇത്ര ഒരു ഐഡിയ എത്തിയേ. ഇനി ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താന്ന് പറഞ്ഞാൽ, ഒരു ഡാർട്ട് വന്ന് നമ്മുടെ ബോർഡിൽ കൊണ്ടാൽ അതിന്റെ ഹൊറിസോണ്ടൽ പ്രോബബിലിറ്റി ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഹൈറ്റിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് പൊസിഷനിൽ എവിടാ കൊണ്ടേക്കുന്നത്, അതായത് ഏത് ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് കൊണ്ടേക്കുന്നത്. കണ്ട കാണിച്ചു തന്നാൽ കണ്ട നോക്ക്, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച്. ഓക്കെ, ഇനി ആ എല്ലാ ഡാറ്റയും നമ്മൾ നേരെ താഴോട്ട് വരച്ച്, ഈ കാണുന്നതാണ് നമ്മുടെ സെന്റർ, അതിന്റെ നേരെ താഴോട്ട് വരയ്ക്കുന്നതാണ് നമ്മുടെ ഒറിജിൻ പോയിന്റ് എങ്കിൽ അവിടുന്ന് ലെഫ്റ്റിലോട്ടുള്ള പോയിന്റിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണ്, അല്ലെ അവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് ഇവിടം വരെയുള്ള ഡാർട്ട് വന്ന് കൊണ്ടാൽ ആ പോയിന്റിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണ്, അല്ലെങ്കിൽ ഈ കാണുന്ന സെന്ററിൽ നിന്ന് റൈറ്റിലെ ഇവിടെ വന്ന് കൊണ്ടാൽ ആ പോയിന്റിലെ വരെയുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണ്. അതായത് നമുക്കറിയാലോ, ഒരു ബെൽ കർവ് നമ്മളിപ്പോ കണ്ട 3D ഷേപ്പിന് 2D ഷേപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും കാണുമല്ലോ. അപ്പൊ ആ കാണുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇത്. ഓക്കെ, ആ പോയിന്റിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണ്, എന്ത് ഹൊറിസോണ്ടൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി, അതാണ് ഈ കാണുന്നത്. ഇത് ഹൈറ്റിന് ഇൻഡിപെൻഡന്റ്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ എത്ര ഹൈറ്റിൽ കൊണ്ടുവന്ന് വെച്ചെന്ന് പറഞ്ഞാലും അത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഓരോരോ പോയിന്റിലാണ് വന്ന് ഹിറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ ഇനി എത്ര ഡാർട്ട് എറിഞ്ഞെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് ഹൈറ്റിന് ഇൻഡിപെൻഡന്റാ. കണ്ടില്ലേ ഈ കാര്യം? കാരണം നമുക്ക് ആകെപ്പാടെ അറിയണമെന്ന് ഒരേ ഒരു കാര്യമുള്ളൂ, ഈ സെന്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എത്ര റൈറ്റിലോട്ട് എത്ര, എന്നിട്ട് അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താ, അതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണന്റിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് വെച്ചാൽ സെയിം സാധനം നമ്മുടെ റൈറ്റിലെ ലൈൻ വരച്ചിട്ട് ഇവിടുന്ന് അതിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂസ്, ഓക്കെ, അത് റൈറ്റിൽ പ്ലോട്ട് ചെയ്യും. അതായത് ഈ കാണുന്നതാണ് സെന്റർ എന്ന് കൺസിഡർ ചെയ്ത് അവിടുന്ന് മേലിലോട്ട് എത്ര ഡിസ്റ്റൻസ്, താഴോട്ട് എത്ര ഡിസ്റ്റൻസ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ലെഫ്റ്റിൽ എത്ര റൈറ്റിൽ എത്ര കൊണ്ടതിന് ഇൻഡിപെൻഡന്റാ, ഓൺലി ഡിപെൻഡന്റ് ഓൺ ദ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്. അറ്റ് ദ സെയിം ടൈം താഴെ വരുമ്പോൾ ഇവൻ ലെഫ്റ്റിലോട്ട് എത്ര കൊണ്ട് റൈറ്റിലോട്ട് എത്ര കൊണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ എത്ര മേളിൽ എത്ര താഴെ കൊണ്ടുവന്നില്ല. സോ ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് ആക്ച്വലി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഹിറ്റിംഗ് അറ്റ് എ പോയിന്റ് കിട്ടുന്നത്. അതായത് ഇപ്പൊ ഞാൻ സപ്പോസ് ഇതെല്ലാം റീസെറ്റ് ചെയ്തിട്ട് ഒരു ഡാർട്ട് എടുത്ത് എറിഞ്ഞാൽ ആ ഡാർട്ട് ഇവിടെ കൊണ്ടാൽ ഇതിന്റെ കറസ്പോണ്ടിങ് താഴെ നോക്കി ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണന്റും ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് വെർട്ടിക്കൽ കമ്പോണന്റ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഹിറ്റിംഗ് അറ്റ് ദാറ്റ് പോയിന്റ്, അല്ലെ ആ പോയിന്റിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇതും അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഇതും. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മതി. നമുക്കറിയാലോ, നമുക്ക് 2D പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന എന്തോ സാധനത്തിന് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ നമുക്കറിയാം, ഡാർട്ട് ബോർഡിൽ ഒരു ബെൽ കർവ് ഉണ്ടെങ്കിൽ ആ ബെൽ കർവിന്, ഇതിപ്പോ 3D ആണ്, ബെൽ കർവിനെ നമ്മൾ 2D ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്. അപ്പൊ ഒരു പോയിന്റിൽ വന്ന് കൊണ്ടാൽ ആ പോയിന്റിൽ, ഓക്കെ, അല്ലാതെ ഇങ്ങനെ ചെക്ക് ചെയ്താൽ ഇതാണ് നമ്മുടെ ഡാർട്ട് ബോർഡ് എങ്കിൽ ഈ പോയിന്റിൽ വന്ന് കൊണ്ടാൽ ഈ പോയിന്റിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ അതിനെന്തുണ്ട്, ഒരു വെർട്ടിക്കൽ, അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട്, അതിനൊരു വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആ പോയിന്റിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി വരിക. സോ അത് തന്നെയാണ് ബേസിക്കലി ഇവിടെ പറയുന്നത്. ഓക്കെ, അതാണ് എഫ് ഓഫ് എക്സും ഇതും എഫ് ഓഫ് ഐയും. ഇവിടെ ഒരിക്കലും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വന്നിട്ട് ഒരു കർവോ ഫംഗ്ഷനോ ഒന്നുമല്ല. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് വെർട്ടിക്കൽ കമ്പോണന്റ്. ഇവൻ എത്ര ലെഫ്റ്റ് ആണ് എത്ര റൈറ്റ് ആണെന്നുള്ളത് ഇൻഡിപെൻഡന്റ്, ഓൾറെഡി ആ ഹൈറ്റ് അതായത് വെർട്ടിക്കൽ പൊസിഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവൻ എത്ര മേലോട്ടാണെന്നോ താഴോട്ടാണെന്നോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഓൺലി ഓൺ എത്ര ഇടത്തോട്ടാ വലത്തോട്ടാ, അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ബേസിക്കലി അതാണ് സംഭവം. സോ ഇനി നമ്മുടെ ഇക്വേഷനിലോട്ട് വന്നാൽ ഈ പി ഓഫ് എക്സ് വൈ, അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഹിറ്റിംഗ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് വെർട്ടിക്കൽ കമ്പോണന്റ് വന്നത്.
പക്ഷെ അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നറിയോ? അതായത് ഇവ രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സാ. നമുക്ക് ഓൾറെഡി അറിയാം ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്ന എങ്ങനെ, ആ ഇവന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റിയും കണ്ടുപിടിക്കുന്നത്. ഇവന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ആ പോയിന്റിലെ പ്രോബിലിറ്റി ഡെൻസിറ്റി കിട്ടുക. ഇനി വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ കണ്ട എന്താ, ഒരു സ്പെസിഫിക് പോയിന്റിൽ വന്ന് ഹിറ്റ് ചെയ്താൽ ആ പോയിന്റിലെ പ്രോബിലിറ്റി ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് എത്ര എക്സ് ഡിസ്റ്റൻസിലും എത്ര വൈ ഡിസ്റ്റൻസിലും കൊണ്ടുവന്ന, അതായത് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഇൻറ്റു വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് പ്രോബിലിറ്റി ഡെൻസിറ്റി. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ വേറൊരാളും ഉണ്ട്. ആരാന്നറിയോ? റേഡിയസ്. അതായത് നിങ്ങൾ എപ്പോഴും ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ല, ഞാനൊരു ഡാർട്ട് എടുത്തെറിഞ്ഞാൽ ആ ഡാർട്ട് വന്ന് ഇവിടെ കൊണ്ടു. ഓക്കെ, അവിടുത്തെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഡെൻസിറ്റി എനിക്ക് അറിയാൻ അവിടുത്തെ എക്സ് കമ്പോണന്റ് വൈ കമ്പോണന്റ് തന്നെ നോക്കണമെന്നില്ല. വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. എന്താണെന്നറിയാം, അവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താ, ഈ സെന്ററിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഹയ്യർ ആണ്. അതിന്റെ കാര്യം എന്താ, ഈ അതായത് സപ്പോസ് ഞാനൊരു ഡാർട്ട് എറിഞ്ഞ് അത് വന്ന് ഇവിടെ കൊണ്ട്, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഏത് പോയിന്റിലാ? ഈ പോയിന്റിലാണോ ഈ പോയിന്റിലാണോ? ഇവിടെ അല്ലേ? കാരണം നമ്മുടെ ബെൽ കർവ് ഓൾറെഡി കണ്ടതല്ലേ. ഈ ബെൽ കർവിൽ എന്താണ്, ഈ സെന്ററിനോട് അടുത്തല്ലേ ഏറ്റവും കൂടുതൽ ഹയർ പ്രോബിലിറ്റി ഡെൻസിറ്റി. അത് കഴിഞ്ഞിട്ടല്ല പിന്നെ അങ്ങോട്ടുള്ളു. സോ നമുക്ക് എന്ത് പറയാം, ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അതായത് ആ കാണുന്ന സെന്ററിനോട് അടുത്താണെങ്കിൽ അവിടെ ഹയസ്റ്റ് പ്രോബിലിറ്റി ഡെൻസിറ്റി ആയിരിക്കും. സെന്ററിൽ നിന്ന് ദൂരെയാണെങ്കിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി കുറവായിരിക്കും. വീണ്ടും കുറെ ദൂരെയാണെങ്കിൽ അത്രയും കുറവായിരിക്കും. ഓക്കെ, അതറിയാം. ഏതാണ്ട ഇപ്പൊ ഏറ്റവും കുറവ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഇവനാ. കാരണം എന്താ, ഇവൻ അത്രയും ദൂരെ ഇരിക്കുന്ന ഈ കാണുന്ന ഡാർട്ട്. അതിന്റെ കാര്യം എന്താ, നോക്ക് കണ്ടില്ലേ, അവന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഇത്രയേ ഉള്ളൂ, ആ ഹൈറ്റ്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ആക്ച്വലി എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് ആണ്. അതായത് ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ആർ എന്ന് വിളിക്കാം. അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി അറ്റ് ദാറ്റ് സിംഗിൾ പോയിന്റ് ഡിപ്പെൻസ് ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. അതുകൊണ്ട് അതായത് ഇപ്പൊ നമുക്ക് രണ്ട് കാര്യം കിട്ടി. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഡിപ്പെൻസ് ഓൺ ഇറ്റ്സ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആൻഡ് ഇറ്റ്സ് വെർട്ടിക്കൽ കമ്പോണന്റ്. അറ്റ് ദ സെയിം ടൈം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഡിപ്പെൻസ് ഓൺ ഇറ്റ്സ് റേഡിയസ്. ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ കണ്ട് ഞെട്ടേണ്ടത് വേറൊന്നുമില്ല, ജസ്റ്റ് അതും പ്രോബബിലിറ്റി ഡെൻസിറ്റി തന്നെയാണ്. ആറിനെ ഡിപ്പെൻഡ് ചെയ്ത് കാണിക്കുക. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി കാണിക്കണമെങ്കിൽ ആറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ. നമ്മൾ അതിനെ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ പല നൊട്ടേഷൻസ് ആൽഫബറ്റ്സ് യൂസ് ചെയ്യല്ലോ, കെയോ എച്ചോ എമ്മോ അതുപോലെ ജി. ഇവിടെ എഫ് യൂസ് ചെയ്തതിന്റെ തൊട്ട് ഇവിടെ പി യൂസ് ചെയ്തതിന്റെ ഇവിടെ ജി, അത്രേ ഉള്ളൂ. അകത്ത് കിടക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ അതാണ് ശരിക്കും കാര്യം. നമ്മളെ നേരത്തെ ഡാർട്ടിലോട്ട് വന്നാൽ നമ്മൾ ഒരു ഡാർട്ട് എടുത്ത് എറിഞ്ഞു. ഓക്കെ, നമുക്ക് എന്തായാലും ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ട് വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്. പക്ഷേ നമുക്ക് വേറൊരു കാര്യം അറിയാം, പൈതഗോറസ് തിയറം. അതായത് നമ്മൾ വന്നല്ലേ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 6. ഓക്കെ, അതുപോലെ സെന്ററിൽ നിന്ന് അവിടം വരെയുള്ള ഈ കാണുന്ന ഡിസ്റ്റൻസ് വൈയും സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയുന്നത്, പൈതഗോറസ് തിയറം വെച്ചിട്ട് ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ. സോ ഈ ഈ കാണുന്ന 6 ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഈക്വൽ ടു ആണ് ഈ കാണുന്ന എക്സ് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ പ്ലസ് ഈ കാണുന്ന വൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അതുകൊണ്ടാണ് നമ്മൾ ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ എന്നിട്ടേക്കുന്നത്, കാരണം ബൈ പൈതഗോറസ് തിയറം. ഓക്കെ, ഇനി ഇവിടെ രണ്ട് സംശയങ്ങൾ വരാം. അതായത് നമ്മൾ പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് അല്ലേ 6. ഓക്കെ, അപ്പൊ നമുക്ക് എന്തിനാ ആർ സ്ക്വയർ എടുക്കുന്നത്? കാരണം ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ എടുത്താൽ നമുക്ക് ആർ സ്ക്വയർ ആണെന്നല്ലേ കിട്ടുന്നത്. നമുക്ക് പക്ഷെ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അല്ലേ വേണ്ടുന്നത്, ആറിന്റെ സ്ക്വയർ എന്തിനാ? മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, എഫ് ഓഫ് എക്സിന്റെ എഫ് ഓഫ് ഐ എടുത്താൽ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് കിട്ടും. എന്നാൽ പിന്നെ ഇതിന് ആറിന്റെയും കൂടെ രണ്ടും എന്തിനാ കണ്ടുപിടിക്കുന്നത്? ഏതെങ്കിലും ഒന്ന് പോരെ. ഇതിന്റെ രണ്ടിന്റെയും സൊല്യൂഷൻ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാൽ ഇനി നമ്മൾ ജോമെട്രിക്കലിയാ പറയാൻ പോകുന്നത്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. തിങ്സ് ആർ ഗോയിങ് ടു ബി റിയലി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഇത് ജോമെട്രിക്കലി നമുക്കറിയാം. നിങ്ങൾ ഈ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ഐ ബി ഓഫ് എക്സ് വൈ എല്ലാം ഇടും. ജോമെട്രിക്കലി എക്സ് ഇൻറ്റു വൈ നമുക്ക് എന്താ തരുന്നത്? ഓക്കെ, അതായത് ഒരു എക്സ് വാല്യൂ ഒരു വൈ വാല്യൂ നമ്മുടെ ഉണ്ടെങ്കിൽ അതിന്റെ ആക്ച്വൽ മീനിങ് എന്താ? ഒറിജിനിൽ നിന്ന് അവിടെ വരെയുള്ള എക്സ് ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്ന് അവിടെ വരെയുള്ള വൈ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ബേസിക്കലി ആ എക്സിന്റെ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്? ആ ഡിസ്റ്റൻസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അത് നമുക്ക് എന്താ ജോമെട്രിക്കലി തരാറ്?
ഒരു റെക്റ്റാങ്കുലർ അല്ലേ, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പ്, എക്സും വൈ സെയിം ആണ് സ്ക്വയർ, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ റീജിയൻ, അതല്ലേ നമുക്ക് യൂഷ്വലി തരാറ്. ആന്നേ ഇവിടെ അതിന് പകരം എഫ് ഓഫ് എക്സും എഫ് ഓഫ് ഐ, അതിൻ്റെ അർത്ഥം എന്താ? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റിയും വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതും നമുക്കൊരു ഏരിയ കിട്ടുന്നത്. അതായത് ഇവിടെയും എക്സ് ഇൻറ്റു വൈ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പക്ഷെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ എക്സ് കമ്പോണന്റും പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ വൈ കമ്പോണന്റും. അപ്പൊ നമുക്ക് ഇതെന്താ റിട്ടേൺ ചെയ്യുന്നത് അറിയോ? ഒരു റെക്ടാങ്കുലർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഏരിയ നമുക്ക് തരുന്നത്. ഈ കേസിൽ റെക്ടാങ്കുലർ അല്ല സ്ക്വയർ ആ, കാരണം നമുക്കതൊരു സർക്കിൾ സിമെട്രിക് ചെയ്യേണ്ട സർക്കിളിനകത്ത് നമുക്കൊരു സ്ക്വയറായി കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ, മീൻസ് സ്ക്വയർ സിമെട്രിക് ആയിട്ട് പോകുന്ന ഈക്വൽ ഡിസ്റ്റൻസ് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ എപ്പോഴും ഈ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ഐ അല്ലെ എക്സ് ഇൻറ്റു വൈ എന്തെങ്കിലും ഇതുപോലെ സ്ക്വയർ വരുന്നുണ്ടോ റെക്ടാങ്കിൾ വരുന്ന കേസ് എടുത്താൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ ഇനി മാത്സിൽ നിന്നിറങ്ങി ലോജിക്കലി അങ്ങനെ ചിന്തിക്കണം, മാത്തമാറ്റിക്കലി തന്നെ. അവിടെ കോർണേഴ്സ് ഉണ്ട്. അതായത് ഒരു സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? അതിന് കോർണേഴ്സ് ഉണ്ട്. അല്ല റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താ? അതിന് കോർണേഴ്സ് ഉണ്ട്. സോ നമ്മളിവിടെ എഫ് ഓഫ് മീൻസ് എക്സും വൈനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി വരച്ചാൽ, എങ്ങനെ വരച്ചാലും നമ്മൾ വരയ്ക്കുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ടല്ലോ, അതിന് കോർണേഴ്സ് കാണും. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഡാർട്ട് ബോർഡ് ഇതാന്ന് വെച്ചോ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി 2D വ്യൂ. അതെ, 2D വ്യൂ. ഇതിനെ 3D വ്യൂയിലോട്ടാക്കണേ. ഇത് കണ്ട, ഇത് ഒരിക്കലും തെറ്റിദ്ധരിക്കല്. ഇതൊരു സ്ക്വയർ പോലെ, ഇതിന് 4 ഫേസ് ഉണ്ട്. 1 2 3 4. മനസ്സിലായ? ഈ കാണുന്ന ഈ സ്ക്വയർ ആണ് ഏത്? ഈ കാണുന്ന ഈ 2D. ഇത് സ്ക്വയർ ആണെന്ന് ചിന്തിച്ചാൽ മതി. എനിക്ക് വരയ്ക്കാൻ ഇച്ചിരി പ്രശ്നമാണ്, തെറ്റുക. സ്ക്വയർ ആണെന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇതിന്റെ 2D വിഷ്വലാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ഇതെങ്ങനെ 3D ആയി? ഈ കാണുന്നതാണ് നമ്മുടെ ഡാർട്ട് ബോർഡ് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഡാർട്ട് ബോർഡ്. ഓക്കെ, ഈ കാണുന്നത് നമ്മുടെ ഡാർട്ട് ബോർഡിന്റെ അകത്ത് തന്നെ ഇരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി. അപ്പം ഈ 2D എങ്ങനെ 3D ആയി? അതൊന്നുമില്ല, അത് പ്രോബബിലിറ്റി ഡെൻസിറ്റി. കാരണം നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ, സെന്ററിലായിരിക്കും പീക്ക് എന്ന്. അത് തന്നെ ഈ കാണുന്നത്. മനസ്സിലായോ? സെന്ററിലാ പീക്ക്. അത് ഈ ഹൈറ്റ് ഇവിടുത്തെ പ്യുവർലി പറയുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്. അതായത് നമ്മൾ ഈ കാണുന്ന എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ഐ, അതായത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇൻറ്റു വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റി മാപ്പ്, അതായത് നമ്മൾ നേരത്തെ കണ്ട ബെൽ കർവ് എന്തായിരുന്നു? അതൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി മാപ്പ് അല്ലേ? ഓക്കെ, ആ ബെൽ കർവിലോട്ട് എങ്ങനെ വന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി മാപ്പ് അല്ലേ? അത് എപ്പോഴും ഇങ്ങനെ ഇരിക്കും, എഡ്ജസ് കാണും അതിന്. ഓക്കെ, മനസ്സിലായി? അതായത് ജിയോമെട്രിക്കലി ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു സർക്കിൾ ആയിട്ട് നമുക്ക് സ്ക്വയർ ആക്കി വെക്കാന്നുകൊണ്ട് എപ്പോഴും അതിന്റെ കൂട്ടുള്ള എഡ്ജസ് കാണും. അതൊരു ഡയമണ്ട് ഷേപ്പ് കണ്ടോ? നിങ്ങൾക്ക് കാണുന്നില്ല? കണ്ടില്ല? അത് പ്യുവർ ഒരു കോണോ ഒന്നുമല്ല, ഒരു ഡയമണ്ട് ഷേപ്പാണ്. ഇങ്ങനെ ആയിരിക്കും പ്രോബബിലിറ്റി ഡെൻസിറ്റി എപ്പോഴും വന്നിരിക്കുക. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? അതായത് ഈ പോയിന്റിന് ഇങ്ങോട്ടും ഈ പോയിന്റിന് ഇങ്ങോട്ടും സർക്കിളിന്റെ കേസിൽ സെയിം ഡിസ്റ്റൻസാ. അതുപോലെ ഈ പോയിന്റിന് ഇങ്ങോട്ടും ഓക്കെ, ഈ 3 ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിം ആണ്. കാരണം എന്താ? സർക്കിൾ ആണല്ലോ. സെന്ററിൽ നിന്ന് ഈ കാണുന്ന എന്ത് ബൗണ്ടറി, ഓക്കെ, ഈ കാണുന്ന യെല്ലോ ബൗണ്ടറി വരെയൊക്കെ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഇനി അതുപോലെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ കേസ് എടുത്താലോ, ഇവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണ്? ഈ കാണുന്ന ഈ ബൗണ്ടറിയിലുള്ള എല്ലാവരുടെയും പ്രോബബിലിറ്റി ഡെൻസിറ്റി സെയിം ആയിരിക്കും. ഓക്കെ, അല്ല ഇതിനകത്ത് വേറെ സ്ക്വയർ വരച്ചാൽ ആ സ്ക്വയറിന്റെ ബൗണ്ടറിയുള്ള എല്ലാവരുടെയും പ്രോബബിലിറ്റി ഡെൻസിറ്റി സെയിം ആയിരിക്കും. അല്ല ഇതിനകത്ത് വേറെ സ്ക്വയർ വരച്ചാൽ ആ സ്ക്വയറിന്റെ ബൗണ്ടറിയുള്ള എല്ലാവരുടെയും പ്രോബബിലിറ്റി ഡെൻസിറ്റി സെയിം ആയിരിക്കും. അല്ല വേറൊന്നതാ ഇങ്ങനെ ഇതിന്റെ അകത്ത് വരച്ചാൽ അതിന്റെ അകത്തുള്ള എല്ലാ ബൗണ്ടറിയിലുള്ളതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി സെയിം ആയിരിക്കും. അങ്ങനെ സെയിം ആയാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പോയിന്റിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി സെയിം ആണ്. എന്താ? കാരണം അവർ ഒരേ ബൗണ്ടറിയിലല്ലേ. കാരണം നോക്ക്, ഈ പോയിന്റിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയും ഈ പോയിന്റിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി സെയിം ആണ്. ആന്നേ, അത്രയും മനസ്സിലായേ? പക്ഷെ ഇവിടാണ് പ്രശ്നം. അത് പറയുന്നത് എന്താണെന്നറിയോ? ഈ പോയിന്റിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി പോയിന്റിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി സെയിം ആണെന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഈ ഡിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലാണ് ഈ ഡിസ്റ്റൻസ്. കണ്ടില്ലേ? നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാലോ, ഈ കാണുന്ന സ്പെസിഫിക് ഡിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലാണ് ഈ കാണുന്ന സ്പെസിഫിക് ഡിസ്റ്റൻസ്. മനസ്സിലായോ? ഇതിവിടെ പറഞ്ഞു വെക്കുന്നത് എന്താ? ഫ്രം ദ സെയിം സെന്റർ
രണ്ട് ഡിഫറന്റ് ഡിസ്റ്റൻസുകളിൽ സെയിം പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാ പറയുന്നത്. കണ്ടില്ല? ഫ്രം ദ സെയിം സെന്റർ രണ്ട് ഡിഫറന്റ് പൊസിഷൻസിൽ ഒന്നിവിടെ സെയിം പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നാ പറയുന്നത്. മനസ്സിലായി? അതുപോലെ തന്നെ വേറൊരു അപകടം എന്താണെന്നറിയും? ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് സെയിമാ. പക്ഷെ നോക്ക്, രണ്ടിന്റെയും പ്രോബബിലിറ്റി ഡെൻസിറ്റി വ്യത്യാസം എന്താ? ഒന്നീ ബോർഡറില്ല. ഓക്കെ, ഇതിനെക്കാട്ടിലും കുറവ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആയിരിക്കും ഈ പോയിന്റിൽ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. സെന്ററിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതനുസരിച്ച് പ്രോബബിലിറ്റി ഡെൻസിറ്റി കുറയുന്നുണ്ട്. നോക്കി ഈ വിഷ്വൽ തന്നെ നോക്ക്, സെന്ററിലല്ലേ പീക്ക്, അതിനനുസരിച്ച് താപ്പോട്ട് പോകുന്നതനുസരിച്ച് പ്രോബബിലിറ്റി ഡെൻസിറ്റി കുറഞ്ഞു വന്നു വരും. അതായത് ഈ കാണുന്നതിന്റെ 3D വിഷ്വലാണ് ഇത്. ഓക്കെ, അതൊരിക്കലും മറക്കല്ലേ. ഉണ്ട്, ആ സെന്ററിൽ തന്നെയാണ് പീക്ക്, അതിന് മാറ്റമൊന്നുമില്ല. കാരണം എയിമിന്റെ കോൺസെൻട്രേഷൻ അവിടെ തന്നെ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് ഇടാനേ ഉള്ളൂ. കാരണം എന്താ, കോർണേഴ്സ് ഉണ്ട്. അപ്പൊ വേണ്ട, ഈ കേസിൽ സെയിം ഡിസ്റ്റൻസ് രണ്ടുപേർക്ക്, ഈ റെഡ് ലൈൻ്റെ കേസ് എടുക്കുക, സെയിം ഡിസ്റ്റൻസ് ഇരിക്കുന്ന രണ്ട് പോയിന്റിലേക്ക് രണ്ട് ഡിഫറെന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, താഴത്തെ കേസ് നമ്മൾ എന്താ പറഞ്ഞത്? ഡിഫറെന്റ് ഡിസ്റ്റൻസ് ഇരിക്കുന്ന രണ്ട് പോയിന്റുകൾക്ക് സെയിം പ്രോബബിലിറ്റി ഡെൻസിറ്റി, സെയിം ഡിസ്റ്റൻസ് ഇരിക്കുന്ന രണ്ട് പോയിന്റുകൾക്ക് ഡിഫറെന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. അത് വളരെ ബാഡ് ആയിട്ടൊരു കാര്യമാണ്. കാരണം ഇതൊരു സർക്കിളാണ്, ഇതൊരു സർക്കുലർ സിമ്മട്രിയാണ്. അപ്പൊ ഈ സർക്കുലർ സിമ്മട്രിയിൽ അറ്റ്ലീസ്റ്റ് സെയിം ഡിസ്റ്റൻസ് ഇരിക്കുന്ന എല്ലാവർക്കും ഒരേ പ്രോബബിലിറ്റി ഡെൻസിറ്റി വരണം. അല്ലാതെ ഈ പറഞ്ഞ രണ്ട് മിസ്മാച്ചുകൾ വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. ഇത് ബേസിക്കലി നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡാർട്ട് ബോർഡിലോ ഡാർട്ട് എടുത്ത് എറിഞ്ഞാൽ ആ ഡാർട്ട് വന്ന് ഇവിടെ ഉള്ള പ്രോബബിലിറ്റി നമുക്കറിയാം എന്ത് കുറവാ. കാരണം പ്രോബബിലിറ്റി ഡെൻസിറ്റി കുറവാണ്. സർഫസ് ഏരിയ കൂടിയിട്ടും കാര്യമില്ല, പ്രോബബിലിറ്റി ഡെൻസിറ്റി കുറവാണ്. സോ ഇവിടെ വന്ന് കൊള്ളാനുള്ള പ്രോബബിലിറ്റി കുറവാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഇവിടെ വന്ന് കൊള്ളാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അതെങ്ങനെ? അതാ പ്രശ്നം. ഇവിടെ വന്ന് കൊള്ളാനുള്ള പ്രോബബിലിറ്റി കുറവാണെങ്കിൽ ഇവിടെ വന്ന് കൊള്ളാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. കാരണം സെയിം ഡിസ്റ്റൻസ് ഇരിക്കുന്ന സാധനങ്ങളാണ്, സെയിം ബോർഡറിൽ ഇരിക്കുന്ന സാധനങ്ങളാണ്. സോ ദാറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി റോങ് തിങ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എക്സിനെ വൈനെ മാത്രം വെച്ചിട്ട് കാര്യമില്ല. എക്സും വൈ ഓക്കെ, നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എടുക്കാം. പക്ഷെ ജോമെട്രിക്കലി അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ കാണുന്ന സാധനമാണ് കിട്ടുക. ഓക്കെ, ഒരു പിരമിഡ് പോലത്തെ സാധനമായിരിക്കും കിട്ടുന്നത് ബെൽ കർവിന് പകരം. ഓക്കെ, അപ്പൊ എന്ത് പറ്റും? ഒരു കോർണേഴ്സ് ഒക്കെ ഉള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഡയമണ്ട് പോലെ ഇരിക്കുന്നത്. ഇതെടുത്തു കഴിഞ്ഞ് ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയും ഇവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയും സെയിം ആണെന്ന് പറയും. അറ്റ് ദ സെയിം ടൈം ഇവിടുന്ന് ഇവിടം വരെയുള്ള അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇവിടുന്ന് ഇവിടം വരെ. അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കുറവാണെന്നും പറയും. അതായത് ഒരേ ഡിസ്റ്റൻസ് ഇരിക്കുന്ന 3 പോയിന്റുകൾക്ക് ഡിഫറെന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റീസ് വരും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ഇച്ചിരി പാടാണ്. അല്ല ഇതിന്റെ ഒരു സ്പ്ലിറ്റ് കട്ട് ചെയ്ത് വെളിയെടുത്താൽ കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഈ ഒരു സെക്ഷൻ, ഒരു ക്രോസ് സെക്ഷൻ കട്ട് ചെയ്ത് വെളിയിറക്കിയതാ. അത് തന്നെയല്ലേ ഈ കാണുന്ന ഇതല്ലല്ലോ, ഈ കാണുന്ന ഈ ഒരു സെഗ്മെന്റ്. ഓക്കെ, ഞാൻ പറഞ്ഞ സ്ക്വയർ ആയിട്ട് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അത് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇക്വേഷനോട് ഇവിടെ കൊണ്ടുവരണം.